നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഹരിപ്പാട് നടന്ന കൊലപാതകവുമായി ബന്ധപ്പെട്ട് കുട്ടി പറഞ്ഞ ബാഡ് ടച്ച് എന്ന കാര്യം വാദം അതൊരു പക്ഷേ തെറ്റിദ്ധരിപ്പിക്കാനാണ് എന്ന് വ്യക്തമാക്കുകയാണ് റിട്ടയർഡ് SP ജോർജ് ജോസഫ്. അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തിൽ അദ്ദേഹം പറയുന്നത് തീർച്ചയായും ഈ കുട്ടി തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള നാടകങ്ങൾ കപട നാടകം നടത്തുകയാണ് എന്ന് വ്യക്തമാകുന്നു. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് തന്റെ ഈ ബാഡ് ടച്ചുമായി ബന്ധപ്പെട്ട് തന്റെ അച്ഛന് വിവരങ്ങൾ അറിയാമായിരുന്നുവെന്നും ഇതുമായി ബന്ധപ്പെട്ട അച്ഛനും മുത്തച്ഛനും കൂടി വഴക്കുണ്ടായിരുന്നു. അങ്ങനെ അച്ഛനാണ് കൊലപാതകം നടത്തിയത് എന്ന രീതിയിൽ ഈ കുട്ടി പറയാതെ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഈ നീക്കങ്ങൾക്ക് പിന്നിൽ കുട്ടിയുടെ മാനസിക അവസ്ഥ, മനോനില എന്തൊക്കെയാണ് എന്നും അദ്ദേഹത്തിന്റെ കൂടിയ അനുഭവ സമ്പത്തിൽ നിന്നും അദ്ദേഹം പറയുകയാണ്. എന്നാൽ ജോർജ് ജോസഫ് അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. കരുവാറ്റയിലെ 13 വയസ്സുകാരിയുടെ കൊട്ടേഷൻ അനുസരിച്ച് ആ കുട്ടിയുടെ വല്യപ്പനെ കൊന്ന സംഭവം കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ അത് വാച്ച് ചെയ്യുകയും അതേപ്പറ്റി പഠിക്കുകയും ചെയ്തു തുടങ്ങിയിരിക്കുന്നു. കാരണം നമ്മുടെ വീട്ടിലെ 13 വയസ്സുള്ള ഒരു കുട്ടി ആണ് ഇത്ര വലിയൊരു ക്രൈം പ്ലാൻ ചെയ്തത്. ആ മൈനറായ 3 സുഹൃത്തുക്കൾ വന്ന് സിനിമയിലും വലിയ കൊലപാതകമൊക്കെ കണ്ടു പഠിച്ച ആ കുട്ടികളുടെ മനസ്സിൽ കണ്ട പോലെ അവർ പ്രവർത്തിച്ചു. എന്താണ് നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ ക്രൈം ചെയ്യാനുള്ള ആ പ്രവണത കൂടി വരുന്നത്? സോഷ്യൽ മീഡിയയുടെ ആധിക്യം തന്നെ, യാതൊരു സംശയമില്ല. സോഷ്യൽ മീഡിയയിലെ എല്ലാ വിവരങ്ങളും വലിയ മുതിർന്ന ആൾക്കാർക്കാണ് കൂടുതൽ ഇപ്പോഴത്തെ കുട്ടികൾക്കറിയാം. കാരണം നമുക്കറിയാം, ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഇല്ലാതെ സ്കൂളുകളിലെ പഠനം നടക്കുന്നില്ല. അവർ ഹോംവർക്ക് ഇടുന്നതെല്ലാം മൊബൈലിൽ കൂടെയാണ്. അത് തന്നെയല്ല, 1ാം ക്ലാസ് മുതലുള്ള കുട്ടികൾ ഇപ്പോൾ വിവരങ്ങൾ അറിയുന്നതും എല്ലാം മൊബൈലിൽ കൂടെയാണ്. 2-2.5 വയസ്സുള്ള ഒരു കുട്ടി വീട്ടിൽ കിടന്ന് കരഞ്ഞാൽ അമ്മ ജോലി തിരക്ക്, അല്ലെ ജോലിക്ക് പോകണം, വീട്ടിൽ വല്യമ്മ മാത്രമേ കാണുകയുള്ളൂ. കുട്ടിക്ക് ആ പായി കിടന്ന് കാലും കൈയിട്ടടിച്ച് മലന്ന് കിടന്ന് കുട്ടി കരയുമ്പോൾ ഈ മൊബൈൽ, ഒരു ഫോണില്ലാത്ത ഒരു നൃത്തം, ഒരു പാട്ട് വെച്ച് ഓണാക്കി കുട്ടിയുടെ കയ്യിലോട്ട് കൊടുത്താൽ എത്ര നേരം വേണമെങ്കിലും അത് കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ചെറുപ്പം മുതൽ തന്നെ കുട്ടികൾ അഡിക്റ്റഡ് ആണ് ഫോണിന്. അങ്ങനെയാണ് കേരളത്തിലുള്ള അധികം കെയർ കിട്ടാത്ത കുട്ടികളുടെ അവസ്ഥ അതാണ്. ഇപ്പം ഈ കുട്ടി 13 വയസ്സുകാരി ഇപ്പം പോലീസിൻ്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞു. ആദ്യമായിട്ട് 2-3 ദിവസം അവൾ പിടിച്ചു നിന്നു. അവൾ ചെയ്ത ക്രൈമിൻ്റെ എന്താണ് ആ ഗ്രാവിറ്റി എന്ന കുട്ടിക്ക് അറിയില്ല. പക്ഷെ ക്രൈം നന്നായിട്ട് ചെയ്യാൻ അറിയാം. അത് സോഷ്യൽ മീഡിയയിലും TV-യിലും സിനിമയിലൊക്കെ കണ്ട് ധാരാളം പഠിച്ചിട്ടുണ്ട്. അത് ചെയ്താലുള്ള ഗുണം എന്താണ്? സാമ്പത്തിക ലാഭം മാത്രമാണ് ആ കുട്ടി നോക്കിയത്, പഠിച്ചത്. പക്ഷേ അതിന് ജയിൽ ശിക്ഷ കൊണ്ട് തൻ്റെ ജീവിതം മുന്നോട്ടുള്ള ജീവിതം അപകടത്തിലാവും എന്ന കുട്ടിക്ക് അറിയില്ല. കുട്ടികൾ പറയുന്നതൊന്നും നമ്മൾ വിശ്വസിക്കരുത് എന്ന് തന്നെയാണ് എൻ്റെ അനുഭവം പഠിപ്പിക്കുന്നത്. കാരണം ധാരാളം സംഭവങ്ങൾ കുട്ടികൾക്ക് ഇമാജിനേഷൻ, ഭാവന കൂടുതലാണ്. അതനുസരിച്ച് ഒരു ചക്ക ഒരു മാവിൽ കിടക്കുന്നുണ്ടെങ്കിൽ 10 ചക്ക കണ്ടെന്ന് പറയും. അത് മനുഷ്യ സഹജമാണ്. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള കഴിവ്, ബുദ്ധി മാതാപിതാക്കൾക്കും പോലീസിനും അതുപോലെ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഉണ്ടാകണം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ഉപ്പുതറയിലെ ഒരു പിതാവ് 18 മാസം ജയിലിൽ കിടന്നു. മകൾക്ക് മൈനറായിപ്പം മുതലൊരു പയ്യനുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു. അതിൽ പിതാവ് തടസ്സം നിന്നു. ആ മേജറായ പയ്യൻ്റെ അഡ്വൈസ് ആ പെൺകുട്ടി കേട്ടു. പിതാവ് ആ കൊച്ചിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊരു വ്യാജ പരാതി പോലീസിന് കൊടുത്തു. ആ കുട്ടിയെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം അവരെ വേറെ വസതിയിലേക്ക് മാറ്റി. അതിനുശേഷം ആ കുട്ടി പ്രായപൂർത്തിയായപ്പം ആ പയ്യൻ്റെ കൂടെ ഇറങ്ങി സ്ഥലം വിട്ടു. പിതാവിന് ഈ പയ്യനുമായിട്ട് ബന്ധപ്പെടുന്നത്, സംസാരിക്കുന്നത്, വരുന്നത് എതിർപ്പായതുകൊണ്ട് അത് സംസാരിച്ച് പിതാവിനെ ഒതുക്കാൻ ആ പയ്യനൊരു ബുദ്ധി പറഞ്ഞു കൊടുത്തത്.
അവന് മെച്യൂരിറ്റി ഇല്ലാത്ത പയ്യനാണ്. പിതാവ് മോശമായി കുട്ടിയുടെ അടുത്ത് പെരുമാറി, ആ കുട്ടിയുടെ ദേഹത്ത് സ്പർശിച്ചു മോശമായ രീതിയിൽ. അത് ഉപ്പുതറ പോലീസ് സ്റ്റേഷനിൽ ആ പരാതി ചെല്ലുകയും അധികമൊന്നും ആലോചിക്കാതെ പിതാവിനെ അകത്താക്കി 18 മാസം റിമാൻഡിൽ കടന്നു. കോടതിയിൽ ട്രയൽ നടത്തിയപ്പോഴാണ് അതിൻ്റെ സത്യാവസ്ഥ കോടതിക്ക് മനസ്സിലായ അയാളെ വെറുതെ വിട്ടു. പിതാവ് കരഞ്ഞുകൊണ്ട് സബ് ജയിലിൽ കിടന്നു. തണുപ്പത്ത് പീരുമേട് സബ് ജയിലിൽ ഏകദേശം 1.5 വർഷം കിടന്നു റിമാൻഡിൽ. ആ വീട്ടിൽ ഇപ്പോഴും കരഞ്ഞ് കണ്ണീർ വാർത്തുന്ന പിതാവും ഇളയൊരു സഹോദരനും അമ്മയും. അതാണ് അവസ്ഥ. നമ്മൾ കായംകുളത്ത് കണ്ടു, അവിടെ ഒരു കുട്ടി ഒരു പയ്യനുമായിട്ട് അടുപ്പം സ്കൂളിൽ അത് പിടിക്കപ്പെട്ടു. അന്നേരം പറഞ്ഞു കൊടുത്തു ആ പയ്യൻ, അത് ഞാനല്ല നിന്നെ പിടിപ്പിച്ചത്, ഞാനല്ല നിന്നെ കൈകാര്യം ചെയ്തത്, നിന്നെ പിടിപ്പിച്ചത് ആ സ്കൂളിലെ 17 വയസ്സുള്ള ഒരു റിട്ടയർ ചെയ്ത വാച്ച്മാൻ്റെ പേര് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം കടന്നു ഏകദേശം 10-18 മാസം. ആ കോടതിയിലെ വിസ്താര സമയത്താണ് കൊച്ച് സത്യം തുറന്ന് പറയുന്നത്. അപ്പം കുട്ടികൾ, ഇത് ഞാൻ 2 കേസുകൾ എടുത്ത് പറയാൻ കാരണം, കുട്ടികൾ ഭാവനയിൽ സഞ്ചരിക്കുന്നവരാണ്. അവർ പറയുന്നതൊക്കെ നമുക്ക് വിശ്വസിക്കുന്നു എന്നുള്ള രീതിയിൽ അവരോട് നമുക്ക് ഒരഭിപ്രായം പറയാം, പക്ഷേ അത് വിശ്വസിക്കരുത്. പല സംഭവങ്ങളും അവർ കൂട്ടി പറയും, എക്സാജറേഷൻ അല്പം ചേർക്കും, പൊടിപ്പും തൊങ്ങലും വെച്ച് പറയും. അയൽവക്കംകാർ അവിടെ ഒന്നൊന്ന് നോക്കിയെന്ന് കഴിഞ്ഞാൽ നോക്കി കുറച്ച് ചീത്തയും കൂടെ പറഞ്ഞെന്ന് പറയും. ഇതൊക്കെ നമ്മൾ മുതിർന്നവർ മനസ്സിലാക്കണം. ധാരാളം സംഭവങ്ങൾ ഞാൻ ഈ രീതിയിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പക്വതയില്ലാത്ത കുട്ടികൾ, പ്രത്യേകിച്ച് 18 വയസ്സുള്ള കുട്ടികൾ പറയുന്നത് അത് അതേ രീതിയിൽ നമ്മൾ മുഖവിലേക്ക് എടുക്കണ്ട. ശരി, അത് കുട്ടികളുടെ അടുത്ത് അവർക്ക് ഡിസ്പ്രഷർ ഉണ്ടാകേണ്ട, അവരെ പിന്തിരിപ്പിക്കേണ്ട പറയട്ടെ. പക്ഷെ അതനുസരിച്ച് ചാടിക്കേറി നമ്മൾ പ്രവർത്തിക്കരുത്. എല്ലാം ആലോചിച്ച് തീരുമാനിച്ചിട്ട് വേണം. ഇവിടെ തന്നെ സംഭവിച്ചത്, ഇതൊരു നെഗ്ലക്റ്റഡ് കുട്ടിയാണ്. 13 വയസ്സുകാരി. കുട്ടിയുടെ അമ്മ ഒരു ഡൈവേഴ്സിയാണ്. ഭർത്താവുമായിട്ട് തന്നെ ഡൈവേഴ്സിന് പോയി. അതിലുണ്ടായ കുട്ടിയാണ്. അമ്മ പിന്നീട് വിദേശത്ത് പോയി. അതിനുശേഷം വേറൊരു കല്യാണം കഴിച്ചു. ഈ കുട്ടിയെ നോക്കാൻ ആളില്ല. 2ാമത്തെ കല്യാണത്തിലും അത് പ്രഗ്നൻ്റായി. അവരുടെ ഭർത്താവുണ്ട്. ആ ഭർത്താവിനോ അവർക്കോ ഈ കുട്ടിയെ അന്വേഷിക്കാൻ വലിയ ബാധ്യതയൊന്നും തോന്നിയില്ല. ആ കുട്ടി കൊല്ലത്തെ വല്യപ്പൻ്റെ വീട്ടിൽ, ഇപ്പം കൊല ചെയ്യപ്പെട്ട വല്യപ്പൻ്റെ വീട്ടിലാണ് വളർന്നത്. അതിനെ നോക്കാൻ, അതിനെ സംരക്ഷിക്കാൻ, ഒരമ്മയുടെ സ്നേഹം കൊടുക്കാനോ പിതാവിൻ്റെ സ്നേഹം കൊടുക്കാനോ അതിനൊന്നും അവിടെ സൗകര്യമില്ല. ആ കുട്ടിയെ പല ബന്ധുക്കളിൽ നിന്ന് വീട്ടിൽ നിന്ന് ആഹാരമൊക്കെ കഴിച്ച് അതങ്ങ് വളർന്നു. അതുകൊണ്ടാണ് അതൊരു നെഗ്ലക്റ്റഡ് കുട്ടിയാണെന്ന് ഞാൻ പറയുന്നത്.